നമുക്ക് ഒരുപാട് ദൈവാലയങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥന അരൂപി നമുക്ക് സമ്മാനിക്കുന്നതാണ്. അതിൻ്റെ മനോഹാരിതയൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും ഇങ്ങനെ തളം കെട്ടി നിൽപ്പുണ്ടാവും. ഒരു ദൈവാലയത്തെ വിശുദ്ധമാക്കുന്നത് അവിടെയുള്ള ദൈവിക സാന്നിധ്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശ്വര സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നാം ഓരോരുത്തരും നന്മയുടെ ദൈവാലയങ്ങളായി മാറ്റപ്പെടുകയാണ്. ക്രിസ്തു ഇന്ന് ആഗ്രഹിക്കുന്നത് നാം ആകുന്ന ദൈവാലയത്തിലൂടെ ഈ ഭൂമിയുടെ ചുറ്റുവട്ടങ്ങൾക്ക് നന്മ സമ്മാനിക്കുവാൻ നാം ഒക്കെ ആയിത്തീരണമെന്നാണ്. ഞാൻ അനുദിനം ആഹരിക്കുന്ന വിശുദ്ധ കുർബാന എൻ്റെ ജീവൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഞാൻ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം കൈമാറുമ്പോൾ ഞാൻ ക്രിസ്തു സാക്ഷിയായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. ദൈവാലയത്തിലെ സക്രാരി പോലെ നമ്മുടെ ഹൃദയം സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഈ ആധുനികതയിൽ നാം ഒക്കെ മുഴുകി ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സക്രാരിക്ക് തുല്യമാകുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. സ്നേഹമുള്ളവരെ, ഏറ്റവും ആദ്യ സക്രാരി പരിശുദ്ധയമ്മയായിരുന്നു. പരിശുദ്ധയമ്മയിലേക്ക് ഗബ്രിയേൽ മാലാഖ കൊടുത്ത വചനം അനുഗ്രഹമായി പരിശുദ്ധയമ്മ സ്വീകരിക്കുകയും ആ വചനം ഹൃദയത്തിൽ ഉരുവാകുവാനായിട്ട് അമ്മ മനസ്സ് കാണിക്കുകയും ചെയ്തു. അവിടെ വചനം മാംസമാവുകയും ഉണ്ണിമിശിഹായെ വഹിക്കുന്ന ആദ്യ സക്രാരിയായി പരിശുദ്ധയമ്മയുടെ ഉദരം മാറ്റപ്പെടുകയും ചെയ്തു. ഈ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമെന്ന് പറയുന്നത് പരിശുദ്ധയമ്മയുടെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയായിരുന്നു. ദിവ്യകാരുണ്യവും പേറിക്കൊണ്ട് പരിശുദ്ധയമ്മ കടന്നുപോയ വഴികളൊക്കെ അനുഗ്രഹമാകുന്നുണ്ട്. അമ്മയെ കണ്ടുമുട്ടുന്നവർക്കും ആ ആനന്ദമുണ്ടാകുന്നുണ്ട്. രണ്ടുപേരുടെ ഉള്ളിലുള്ള ശിശുക്കളൊക്കെ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നുമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന അതേ ദിവ്യകാരുണ്യം ഇന്ന് നാമൊക്കെ കടന്നു പോകുന്ന ഇടങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ടോ? നമ്മൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ എത്രമാത്രം ആനന്ദം കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്? നമ്മുടെയൊക്കെ സാന്നിധ്യം ഒരുപാട് പേർക്ക് നന്മയുടെ കാരണമാകുന്നുണ്ടോ, അതോ അരോചകമായി മാറ്റപ്പെടുകയാണോ? ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുമ്പോൾ അത് അതിൻ്റെതായ നിറവിൽ ഉൾക്കൊള്ളുവാനും തികഞ്ഞ ഒരുക്കത്തോടുകൂടെ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ആദ്യ കുർബാന സ്വീകരണം നമുക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ ആദ്യമായി ഉണ്ണിമിശിഹായെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ എൻ്റെ ഒരുക്കവും എൻ്റെ താല്പര്യങ്ങളുമൊക്കെ ഇന്നലെ ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നോ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധ അമ്മ സക്രാരിയായതുപോലെ നമ്മുടെയൊക്കെ ജീവിതമാകണം ഇത് സക്രാരിയായിട്ട് മാറേണ്ടത്. ദേവാലയത്തിൻ്റെ ഉള്ളിൽ മാത്രം വസിക്കേണ്ട വ്യക്തിയായി ക്രിസ്തുവിനെ കാണാതെ നമ്മുടെ ഹൃദയത്തിലൂടെ ഈ ഭൂമിയുടെ ചുറ്റുവട്ടങ്ങൾക്ക് നന്മ സമ്മാനിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുമ്പോൾ അതിന് നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കാനായിട്ട് പരിശ്രമിക്കാം. കുഞ്ഞുനാളിലൊക്കെ അൾത്താരബാലനായിരുന്നപ്പോൾ വികാരിയച്ചന്മാരിങ്ങനെ എല്ലാ മാസവും രോഗികൾക്ക് വേണ്ടി ദിവ്യകാരുണ്യം കൊടുക്കുവാനായിട്ട് പോകുമായിരുന്നു. ദിവ്യകാരുണ്യവുമായിട്ട് വികാരിയച്ഛൻ പോകുമ്പോൾ അച്ഛനും കൂടെയുള്ളവരാരും സംസാരിക്കാറില്ല. ഏതെങ്കിലും ഒരു അൾത്താരബാലൻ ഒരു തിരി കെടാതെ സൂക്ഷിച്ചുകൊണ്ടാണ് ആ വികാരിയച്ഛനോട് പൊയ്ക്കൊണ്ടിരുന്നത്. എനിക്കൊരനുഭവമുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട അപ്പച്ചൻ ഓട്ടോറിക്ഷ ഇറങ്ങിയതിന് ശേഷം നടന്നു വരുന്ന വഴിയൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ച് അവിടുത്തെ അഴുക്കുകളൊക്കെ മാറ്റി അത്യാവശ്യം പുഷ്പങ്ങളൊക്കെ ആ വഴിയിൽ വിതറിക്കൊണ്ട് ദിവ്യകാരുണ്യമായി വരുന്ന വികാരിയച്ഛനെയും കാത്തുകൊണ്ട് നല്ല പ്രായമുള്ള അപ്പച്ചൻ മുട്ടുകുത്തി ആ മണലിൽ നിൽക്കുമായിരുന്നു. അവരൊക്കെ സമ്മാനിച്ച ആ വലിയ ജീവിതാനുഭവങ്ങളുടെ നന്മയൊക്കെ ഇത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയല്ലേ? നമുക്ക് എത്ര ഒരുക്കമുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ. എൻ്റെ ഞായറാഴ്ച ആചരണം പോലും ഒരു ചടങ്ങായിട്ട് മാത്രം, അനുഷ്ഠാനം മാത്രമായിട്ട് മാറ്റുന്ന ഒരുപാട് പേരിന്നില്ലേ? സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നാം ഓരോരുത്തരും ജീവിക്കുന്ന സക്രാരികളായിട്ട് മാറണമെന്ന്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയെ സ്വീകരിക്കുന്നവരാകുവാൻ, ഈശോയെ വഹിക്കുന്നവരാകുവാൻ, കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ ആ ഈശോയെ പകുത്തു കൊടുക്കുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.